ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗീതാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. ഇത് മത്തങ്ങയുടെ കുരുവാണ് കേട്ടോ. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ഒരു ഇഡ്ഡലി പാത്രമാണ്. ഇതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ മാവ് ഒഴിക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെ വരും. മറ്റുള്ളവരെങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്കിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേ ഒരു തട്ട് മതി. കാരണം 7 ഇഡ്ഡലി ഉണ്ടാക്കാം ഒറ്റ പ്രാവശ്യം. ഞാനിത് രണ്ടാമത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഇഡ്ഡലി വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് വൈകിട്ടത്തെ ചായ. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് അമ്മയ്ക്കും കൂടി 7 മതി. ഒരു പക്ഷെ അമ്മ മിക്കവാറും 2 മതി എന്ന് പറയും. അപ്പോൾ ഞാൻ തന്നെയൊക്കെ കഴിക്കേണ്ടി വരും. അത് 2 ആളല്ലേ ഉള്ളൂ ഇപ്പോൾ. ചെറുത് മതി, വലുതായി പോകും. വലിയൊരു ഇഡ്ഡലി പാത്രമാണ് ഇത്. മൺകുട എന്തിനാണെന്നറിയാമോ? ഞാൻ വെള്ളം തിളയ്ക്കുമ്പോഴേ അതിലൊഴിച്ച് വയ്ക്കും. അതിൽ നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിക്കേണ്ട. സാമ്പാറല്ല നിർത്താണ് കേട്ടോ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഞാൻ പത വന്നാൽ അപ്പം തന്നെ നിർത്താം. അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.